വെല്ലുവിളിക്കാൻ എളുപ്പമാണ്, പക്ഷേ അത് നടത്തി കാണിക്കാനാണ് പാട്. എന്നാൽ തന്റെ തീരുമാനത്തിൽ നിന്നും ഒരടി പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാങ്കൂട്ടം മുന്നോട്ട് തന്നെ. തന്നെ ആര് തകർക്കാൻ നോക്കിയാലും നടക്കില്ല എന്ന് ഉറച്ച് കോട്ടമണതുകൊണ്ടാണ് മാങ്കൂട്ടത്തിന്റെ വമ്പൻ വരവ്. ഒറ്റപ്പെടുത്തിയവന്റെ തിരിച്ചു വരവ് അതിഗംഭീരം. പാലക്കാട് വലിയ കൊള്ളിളക്കമായിരുന്നു മാങ്കൂട്ടത്തിന്റെ വരവുണ്ടാക്കിയത്. ഇപ്പോഴിതാ തടഞ്ഞ ആളാവാൻ നോക്കിയവർക്കൊക്കെ പണി കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിരാരിയിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രാഹുൽ മാങ്കൂട്ടം MLA വഴിപടഞ്ഞ സംഭവത്തിൽ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരാതിയിൽ DYFI BJP പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തത്. അന്യായമായ സംഘം ചേർന്ന് വഴിതടഞ്ഞ വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്നും നോർത്ത് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ലൈംഗികാതിക്രമ വിവാദത്തിന് പിന്നാലെ പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിന്നേറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിൽ സജീവമാകാനുള്ള നീക്കത്തിലാണ്. ഇതിനിടയിലാണ് പിരാരിയിൽ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ എത്തിയത്. എന്നാൽ DYFI BJP പ്രവർത്തകർ പ്രതിഷേധവുമായി രാഹുലിന് വഴി തടയുകയും കരിങ്കൊടി കാണിക്കുകയുമായിരുന്നു ചെയ്തത്. ഗോബാക്ക് വിളികളും കൂകിവിളികളുമായി പ്രതിഷേധക്കാർ രാഹുൽ എത്തിയ വാഹനം തടഞ്ഞു. പ്രതിഷേധത്തെ വകവെക്കാതെ പുറത്തിറങ്ങിയ രാഹുലിനെ UDF പ്രവർത്തകർ പ്രതിരോധ കോട്ട തീർത്തു. റോഡ് ഉദ്ഘാടനം ചെയ്ത രാഹുൽ പ്രദേശത്തെ വീടുകൾ കയറി സംസാരിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ മണ്ഡലത്തിലെ പൊതുപരിപാടിയിലെത്തിയാൽ തടയുമെന്ന് DYFIയും BJPയും അറിയിച്ചിരുന്നു. ഭീഷണിയെ വെല്ലുവിളിച്ച രാഹുലിന്റെ ചിത്രമടക്കമുള്ള ഫ്ലെക്സുകളും പോസ്റ്ററുകളും വെച്ച് പരമാവധി പ്രചാരണം നൽകിയാണ് പരിപാടി UDF സംഘടിപ്പിച്ചത്. വരാനും അറിയാം, നിവർന്നു നിൽക്കാനും അറിയാം, വേണമെങ്കിൽ നിന്നെയൊക്കെയിട്ട് അമ്മാനമാടാനും അറിയാമെന്ന വെല്ലുവിളിയാണ് മാങ്കൂട്ടം കാഴ്ചവെച്ചത്. BJPക്കാരും DYFIക്കാരും കൊടികുത്തിവാണ് സമരം മുഴക്കിയിട്ടും രാഹുലിന്റെ രോമത്തിൽ പോലും തൊടാനായില്ല. മാങ്കൂട്ടം പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് പിരാരി പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് റോഡിന്റെ ഉദ്ഘാടനത്തിലെത്തിയത് അമ്പരപ്പിച്ചു കളഞ്ഞു. രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാടിന്റെ മണ്ണിനെയും മനസ്സിനെയും കീഴടക്കിയത് ആർക്കും തകർക്കാൻ കഴിയാത്ത പോലെയാണ്. അതോടെ CJP തന്നെ പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. അതായത് വെടിയുണ്ടകളെ വിരിമാറിൽ പൂമാല പോലെ സ്വീകരിക്കുന്നവരാണ് തങ്ങൾ എന്ന് പറയുന്ന DYFI പോലുള്ള സംഘടനകൾ. പാലക്കാട് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ കണ്ട് ചിരിച്ചവരാണ് കൂടുതലുമുള്ളത്. കൂത്തുപറമ്പിൽ MV രാഘവനെ തടഞ്ഞ് 6 പേരുടെ ജീവൻ നൽകിയ പാർട്ടി ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ തടയുമ്പോഴേക്കും ക്ഷീണിച്ചു പോയ കാഴ്ചയെ നമ്മൾ കണ്ട് ചിരിച്ചുപോയി. അവരെക്കാളും കഷ്ടമായിരുന്നു BJPയുടേത്. മേലാനെങ്കിൽ ശീലമില്ലല്ലോ വ്യക്തികൾക്കൊന്നും. മാങ്കൂട്ടം MLA അടൂരിലുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തടയുമെന്ന് പറഞ്ഞവർ അത് പാലക്കാട് എത്തിയാൽ തടയും എന്നാക്കി ചുരുക്കി. പാലക്കാട് വന്ന് നാടും നഗരം ചുറ്റാൻ MLA തുടങ്ങിയപ്പോൾ അത് MLAയുടെ ഇഷ്ടമല്ലേ, ഓഫീസിൽ കയറാൻ സമ്മതിക്കില്ല എന്നായി. എന്നാൽ അതിലും പരാജയപ്പെട്ടു. അതും കഴിഞ്ഞ് ഔദ്യോഗിക പരിപാടിയിൽ വന്നാൽ മൂക്കിൽ വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞു. എന്നാൽ ഔദ്യോഗിക പരിപാടിയിൽ 1 അല്ല 3 എണ്ണത്തിലാണ് എത്തിയത്. കഴിഞ്ഞ 2 എണ്ണത്തിൽ അങ്ങോട്ട് നോക്കിയതേയില്ല. ആരും അറിയാതെ തലയിൽ മുണ്ടിട്ടാണ് MLA എത്തുന്നത് എന്ന് പറഞ്ഞ് സ്വയം സമാധാനിച്ചു. എന്നാൽ 3ാമത്തേത് രാഹുൽ മാങ്കൂട്ടം തീയതിയും മുഹൂർത്തവും ഫ്ലെക്സും വെച്ചിട്ടാണ് എത്തിയത്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡിൽ ഉദ്ഘാടനത്തിന് നെഞ്ചും വിരിച്ചുകൊണ്ട് മാങ്കൂട്ടം എത്തിയപ്പോൾ തടയാനായിട്ട് ഇവർക്കൊന്നും പറ്റാതെയായി. പക്ഷെ അവരെ ഒന്നും കണ്ട ഭാവമേ നടിക്കാതെയായിരുന്നു മാങ്കൂട്ടം പുഞ്ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി സമീപത്തുള്ള വീടുകളിലും എല്ലാം കയറി എല്ലാവരോട് കുശലാന്വേഷണം നടത്തി പ്രതിഷേധക്കാരുടെ ഇടയിൽ കൂടി നടന്നുപോയത്. മാത്രമല്ല തന്നെ ആരും പിടിക്കേണ്ട എന്നും എന്റെ മണ്ഡലത്തിലെ ഏത് പ്രതിസന്ധിയിലും ഞാൻ നടക്കും എന്നുമായിരുന്നു മാങ്കൂട്ടം പറഞ്ഞത്. പരസ്പരം നോക്കി കണ്ണീരൊഴുക്കി BJPയും CPIയും തൽക്കാലത്തേക്ക് പണി നിർത്തി വീട്ടിൽ പോയി. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കവേ ഇത്രയും വലിയൊരു നാണം കെട്ട പിന്മാറ്റം 2 പാർട്ടികൾക്കും വലിയ തിരിച്ചടി തന്നെയാണ്. പ്രതിഷേധം പോലും നടത്താൻ കഴിയാതെ പിന്മാറിയ പാർട്ടികൾ ഇനി പാലക്കാടേക്ക് എടുക്കാച്ചരക്കായി മാറിയെന്ന സത്യം മനസ്സിലാക്കുകയാണ്.